അപ്പോൾ ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് ചെറുതും മനോഹരവുമായ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ ആളുകൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ ഗ്രാമത്തിലെ ദുഷ്ടയായ ഒരു മന്ത്രവാദിനിയുണ്ട്. അവർ മരിച്ചുപോയി എന്ന വാർത്ത അറിഞ്ഞതുകൊണ്ടാണ് അവർ ഇങ്ങനെ സന്തോഷിക്കുന്നത്. അവിടേക്ക് ഒരു ഫെയറി വരുന്നുണ്ട്. ഗ്ലിൻഡ എന്നാണ് അവളുടെ പേര്. മന്ത്രവാദിനിയുടെ മരണവാർത്ത അവൾ സ്ഥിരീകരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ സന്തോഷിച്ചു. ഗ്രാമത്തിൽ സ്ഥാപിച്ച മന്ത്രവാദിനിയുടെ പോസ്റ്ററുകൾ കീറാൻ തുടങ്ങി. ഇപ്പോൾ ഗ്ലിൻഡ അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്ന് ഗ്ലിൻഡയോട് ചോദിച്ചു, ഒരു മന്ത്രവാദിനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ എല്ലാവരും അവളെ എന്തുകൊണ്ടാണ് ഇത്ര മോശമായി കണക്കാക്കുന്നത്? ഈ കുട്ടിയുടെ ചോദ്യം കേട്ട് ഗ്ലിൻഡ ഗൗരവമായി കുട്ടിയോട് പറഞ്ഞു, ഈ മന്ത്രവാദിനികൾ ആരും തന്നെ മോശക്കാരല്ല, എല്ലാവരും നല്ലവരാണ്. നമ്മുടെ മോശം മനോഭാവമാണ് ഈ മന്ത്രവാദിനികളെ ഇങ്ങനെ ആക്കുന്നത്. ഇത് പറഞ്ഞതിനു ശേഷം രംഗം ഭൂതകാലത്തിലേക്ക് മാറുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നതാണ് കാണിക്കുന്നത്, എൽഫാബ. എന്നാൽ അവളുടെ നിറം പച്ചയായിരുന്നു. അവളുടെ അച്ഛൻ അവളെ സ്വീകരിച്ചില്ല. അവളൊരു മാന്ത്രിക കുട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ കരയുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ ഒക്കെ അവിടെയുള്ള വസ്തുക്കളെല്ലാം വായുവിൽ പറക്കുന്നുണ്ടായിരുന്നു. എൽഫാബയ്ക്ക് അവളുടെ അച്ഛന്റെയോ അമ്മയുടെയോ സ്നേഹം ലഭിച്ചില്ല. എൽഫാബ വളർന്നപ്പോൾ അവളുടെ പ്രശ്നങ്ങളും വർദ്ധിച്ചു. അവളെ ആരും സ്നേഹിച്ചില്ല. അവളുടെ അച്ഛൻ അവിടുത്തെ ഗവർണർ ജനറലാണ്. അവൾക്ക് റോസ് എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷെ അവളുടെ ഒരു കാലിന് വൈകല്യമുണ്ടായിരുന്നു. എൽഫാബ അവളെ വളരെയധികം സ്നേഹിച്ചു. ഒരു ദിവസം എൽഫാബ റോസിനോടും അവളുടെ സുഹൃത്തുക്കളോടും ഒരു കഥ പറയുമ്പോൾ എല്ലാ കുട്ടികളും അവളെ കളിയാക്കുവാൻ തുടങ്ങി. എൽഫാബയ്ക്ക് ദേഷ്യം വന്നു. അവൾ തന്റെ മാന്ത്രിക ശക്തിയാൽ താഴെ നിന്ന് കല്ലുകൾ എടുത്ത് ആ കുട്ടികളെ എറിഞ്ഞു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ജനറൽ വളരെ ദേഷ്യപ്പെട്ടു. അയാൾ മകൾ റോസിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. എൽഫാബ അവിടെ തനിച്ചായി. രംഗം അവിടെ അവസാനിച്ചു. ഗ്ലിൻഡയെയും ഗ്രാമവാസികളെയും വീണ്ടും കാണിക്കുകയും ചെയ്യുന്നു. ആളുകൾ മന്ത്രവാദിനിയുടെ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അത് കത്തിക്കുകയാണ്. ഗ്ലിൻഡയും അതിനോട് ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഗ്ലിൻഡയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൽഫാബയെ എങ്ങനെ അറിയാം? നിങ്ങൾ സുഹൃത്തുക്കളാണോ? നിങ്ങൾക്ക് എങ്ങനെയാണ് എൽഫാബയെ പറ്റി ഇത്ര മനോഹരമായി സംസാരിക്കുവാൻ സാധിക്കുന്നത്? ഗ്ലിൻഡ മറുപടി പറഞ്ഞു, ഒരുപക്ഷെ അവൾ എന്റെ സുഹൃത്തല്ലായിരിക്കാം, പക്ഷെ എനിക്ക് അവളെ നന്നായി അറിയാം. അവൾ ഇത് പറഞ്ഞ ഉടനെ പിന്നീട് കാണിക്കുന്നത് അവർ ഒരുമിച്ചുണ്ടായിരുന്ന ആ കാലമാണ്. ഗ്ലിൻഡ പഠിക്കാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എൽഫാബയും അന്ന് അതേ യൂണിവേഴ്സിറ്റിയിൽ എത്തി. അവളുടെ സഹോദരി റോസിന് അവിടെ അഡ്മിഷൻ എടുക്കുന്നതിനായിരുന്നു അവൾ വന്നത്. അവൾക്കും അവിടെ ചേരണം എന്നുണ്ടായിരുന്നു. പക്ഷേ ജനറൽ അവൾക്ക് പഠിക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ശരി, ഇപ്പോൾ ഇൻട്രൊഡക്ഷന്റെ സമയമാണ്. ടീച്ചർ വന്നു. ടീച്ചർ റോസിനെ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ നോക്കി. കാരണം അവൾ ജനറലിന്റെ മകളാണ്. എന്നാൽ എൽഫാബയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ ടീച്ചറിനെ തടഞ്ഞു. പക്ഷെ ടീച്ചർ അവളുടെ വാക്ക് കേട്ടില്ല. റോസിനെ മുന്നിലേക്ക് കൊണ്ടുപോയി. എൽഫാബയ്ക്ക് ദേഷ്യം വന്നു. അവളുടെ ശക്തി ഉപയോഗിച്ച് റോസിന്റെ വീൽ ചെയർ നിർത്തി. അവൾ ദേഷ്യപ്പെട്ട ഉടനെ എല്ലാം അവിടെ നിന്നും പറക്കുവാൻ തുടങ്ങി. പ്രിൻസിപ്പൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തത് എൽഫാബയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കുട്ടികളും അവളെ അടിക്കാൻ തുടങ്ങുമെന്നും അവളെ മോശക്കാരിയെ കണക്കാക്കുമെന്നും പ്രിൻസിപ്പലിന് അറിയാമായിരുന്നു. പെട്ടെന്ന് പ്രിൻസിപ്പൽ അവിടേക്ക് വരികയും താനാണ് ആ മാജിക് ചെയ്തത് എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. അങ്ങനെ എൽഫാബയെ എല്ലാ കുട്ടികളിൽ നിന്നും രക്ഷിച്ചു. അതിനുശേഷം പ്രിൻസിപ്പൽ ഗ്ലിൻഡയോട് എൽഫാബയെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഗ്ലിൻഡ ഇത് സമ്മതിച്ചു. പക്ഷെ എൽഫാബ സമ്മതിച്ചില്ല. കാരണം അവൾക്കവിടെ നിൽക്കുവാൻ അനുമതിയില്ലായിരുന്നു. പക്ഷേ പ്രിൻസിപ്പൽ അവളെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് പ്രിൻസിപ്പൽ അവളുടെ മാന്ത്രിക ശക്തികളെ പ്രശംസിക്കുന്നു. അവളെ പഠിപ്പിക്കാമെന്നും അവളുടെ ശക്തികളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ എൽഫാബയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രം. കാരണം അടുത്ത നിമിഷം തന്നെ അച്ഛൻ അവളെ പഠിക്കാൻ അനുവദിക്കുകയില്ലെന്ന് അവൾ ഓർക്കുന്നു. താൻ ഗവർണറുമായി സംസാരിച്ച് അനുവാദം മേടിച്ചു കൊള്ളാമെന്ന് പ്രിൻസിപ്പൽ എൽഫാബയ്ക്ക് ഉറപ്പു നൽകി. ഇപ്പോൾ എൽഫാബ വളരെ സന്തോഷവതിയാണ്. അന്നു രാത്രി താമസിക്കുവാനായി എൽഫാബ ഗ്ലിൻഡയുടെ മുറിയിൽ പോയപ്പോൾ ഗ്ലിൻഡ തന്റെ സാധനങ്ങൾ അവിടെ മുഴുവൻ വിതറിയിട്ടിരിക്കുന്നത് കണ്ടു. എൽഫാബയ്ക്ക് അവിടെ സ്ഥലമില്ലായിരുന്നു. അവൾ സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഗ്ലിൻഡ അവളെ തടഞ്ഞു. എൽഫാബയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോൾ അവിടെയുള്ള സാധനങ്ങൾ എല്ലാം പറക്കുവാൻ തുടങ്ങി. എൽഫാബ അവിടെയുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ അവൾക്ക് ഉറങ്ങുവാനുള്ള സ്ഥലം കിട്ടി. രാത്രിയിലും അവർ സാധനങ്ങൾക്കായി വഴക്കിട്ടുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഗ്ലിൻഡയുടെ റൂമിൽ നടന്നതൊക്കെ മറ്റു വിദ്യാർത്ഥികൾ എങ്ങനെയോ അറിഞ്ഞു. രാവിലെ എൽഫാബയ്ക്കും ഗ്ലിൻഡയ്ക്കും വേണ്ടി ഒരു ടീം അവർ ഫോം ചെയ്തു. എന്നാൽ എൽഫാബയുടെ ടീമിൽ ആരുമില്ലായിരുന്നു. എല്ലാവരും ഗ്ലിൻഡയുടെ ടീമിലായിരുന്നു. അവർ എൽഫാബയെ കളിയാക്കുവാൻ തുടങ്ങി. എന്തായാലും ക്ലാസ് ആരംഭിച്ചു. ഒരു പ്രൊഫസർ അവരെ പഠിപ്പിക്കാൻ വന്നു. അതൊരു മൃഗമായിരുന്നു. ആ പ്രൊഫസർക്ക് ഗ്ലിൻഡയുടെ പേര് ശരിയായി ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് എൽഫാബ അദ്ദേഹത്തെ സഹായിച്ചു. ഇതെല്ലാം സാധാരണമാണെന്ന് ഒക്കെ എൽഫാബ അയാളോട് പറയുകയും ചെയ്തു. പ്രൊഫസർ തന്റെ ലെക്ചർ ആരംഭിക്കുന്നു. മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾക്ക് ഭക്ഷണക്ഷാമം വന്ന
വന്നപ്പോൾ മനുഷ്യൻ സ്വന്തം നേട്ടത്തിനായി മൃഗം കൊല്ലാൻ തുടങ്ങി എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മനുഷ്യർ മൃഗങ്ങളെ വളർത്തുന്നതിനു പകരം അടിമകളാക്കാൻ തീരുമാനിച്ച ഒരു കാലം വന്നുവെന്നും അവരോട് പറഞ്ഞു. എന്നാൽ അവിടെ മറ്റുള്ളവർ എല്ലാം സംസാരിക്കുമ്പോൾ ഇപ്പോഴും മൃഗങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് പ്രൊഫസർ കണ്ടു. അദ്ദേഹം സങ്കടത്തോടെ അവിടെ നിന്നും പോയി. ഇത് കണ്ടപ്പോൾ എൽഫാബയ്ക്കും വിഷമമായി. അവൾ അവിടെ നിന്നും പോയി പ്രൊഫസറിനോട് സൗഹൃദം സ്ഥാപിച്ചു. ഇനി നമ്മൾ കാണുന്നത് മറ്റൊരു രംഗമാണ്. പ്രിൻസിപ്പൽ എൽഫാബയെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ മാന്ത്രിക ശക്തികളെ നിയന്ത്രിക്കാൻ ടീച്ചർ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ എൽഫാബയ്ക്ക് അവളുടെ ശക്തികൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ശരിയായി ഉയർത്താൻ കഴിയും. പക്ഷേ അവൾ ദേഷ്യപ്പെടുമ്പോൾ എല്ലാം നശിക്കുവാൻ തുടങ്ങുന്നു. ഇത് കണ്ട പ്രിൻസിപ്പൽ കോപിക്കുന്നതിനു പകരം അവളുടെ ശക്തികൾ വളരെ വലുതാണെന്ന് കരുതി സന്തോഷിക്കുന്നു. രാത്രിയിൽ എൽഫാബ വീണ്ടും പ്രൊഫസറുടെ അടുത്തേക്ക് പോകുമ്പോൾ ടീച്ചർ തന്റെ ആളുകളോട് ഇനി നമ്മുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാം, ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നതായി കേട്ടു. ഇനി നമുക്ക് ഇവിടെ സ്ഥാനമില്ല, മനുഷ്യർ നമ്മളെ കൊല്ലുന്ന ദിവസം വിദൂരമല്ല. ഇതു കേട്ട് എൽഫാബ സങ്കടപ്പെട്ടു. അവൾ അവിടെ നിന്ന് പോകുവാൻ ഒരുങ്ങുമ്പോൾ പ്രൊഫസർ അവളെ കണ്ട് അകത്തേക്ക് വിളിച്ചു. പ്രൊഫസർ അവളോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. പ്രൊഫസറുടെ വിഷമം കണ്ട എൽഫാബ അവനെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഇത് പറഞ്ഞതിനു ശേഷം എൽഫാബ കാട്ടിലേക്ക് പോയി. അവിടെ അവൾ കുതിരപ്പുറത്തു വരുന്ന ഒരു ആൺകുട്ടിയെ കണ്ടു. എൽഫാബയെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഭയന്നു. അവൻ ഒരു രാജകുമാരനായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. രാജകുമാരന്റെ വരവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജകുമാരനെ ആകർഷിക്കുവാൻ ഗ്ലിൻഡ വളരെ നന്നായി തയ്യാറെടുക്കുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം രാജകുമാരൻ ആരെയും അധികം ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ആ കോളേജിലെ ഏറ്റവും മിടുക്കിയും സുന്ദരിയുമായ വിദ്യാർത്ഥിനിയായ ഗ്ലിൻഡ രാജകുമാരനെ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ രാജകുമാരൻ അവളുമായി സൗഹൃദത്തിലാകുന്നു. അവൾ രാജകുമാരനെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ രാജകുമാരന്റെ ശീലങ്ങൾ വളരെ മോശമായിരുന്നു. അവൻ ഇവിടെയും നിയമങ്ങൾ ലംഘിക്കുവാൻ തുടങ്ങുന്നു. അവൻ പുസ്തകത്തിന്റെ മുകളിൽ കയറുന്നു. അതുമൂലം ലൈബ്രറിയനെ അവനോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ലൈബ്രറിയനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനു വേണ്ടി രാജകുമാരൻ പാടുവാൻ തുടങ്ങി. ഗ്ലിൻഡയും അവനോടൊപ്പം ചേർന്നു. എൽഫാബ ഒഴികെ ബാക്കി എല്ലാവരും അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് മറ്റൊരു രംഗമാണ്. ഒരു ആൺകുട്ടി ഗ്ലിൻഡയെ ഒരു പാർട്ടിയിലേക്ക് പോകുന്നതിനായി ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഗ്ലിൻഡ രാജകുമാരനോടൊപ്പമാണ് പോകുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ അവനോട് റോസിനെ കൂട്ടി പോകുവാൻ ഗ്ലിൻഡ ആവശ്യപ്പെടുന്നു. അവന്റെ ക്ഷണത്തിൽ റോസ് വളരെയധികം സന്തോഷിച്ചു. അവൾ ഇത് എൽഫാബയോട് പറഞ്ഞു. എന്നാൽ അവൾ റോസിനെ പോകുന്നതിൽ നിന്ന് തടഞ്ഞു. ഇതിനു പിന്നിൽ ഗ്ലിൻഡയുടെ എന്തോ ഒരു തന്ത്രമുണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷെ റോസ് ഇത് സമ്മതിച്ചില്ല. എൽഫാബ വിസമ്മതിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു. പാർട്ടിക്ക് പോകുന്നതിനായി ഗ്ലിൻഡയും നന്നായി തയ്യാറെടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. തുടർന്ന് എൽഫാബയും അവിടെ എത്തി. ഗ്ലിൻഡയുടെ സാധനങ്ങൾക്കിടയിൽ വളരെ വിചിത്രമായ ഒരു തൊപ്പി അവളുടെ സുഹൃത്തുക്കൾ കണ്ടെത്തി. ഈ തൊപ്പി അവളുടെ മുത്തശ്ശിയുടേതായിരുന്നു. ഒരു മന്ത്രവാദിനിയുടേതുപോലെ എന്ന് തോന്നിച്ചിരുന്ന ഈ ഒരു തൊപ്പി അവൾ എൽഫാബയ്ക്ക് കൊടുത്തു. എൽഫാബ ഇത് ധരിച്ച് പാർട്ടിക്ക് പോകാനായി റെഡിയാകുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കുന്നു. ഇതൊന്നും അറിയാതെ തന്നെ ഗ്ലിൻഡ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് കരുതി അവൾ സന്തോഷിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പാർട്ടിക്ക് പോകുന്നു. എല്ലാവരും ഒന്നിച്ച് ഡാൻസൊക്കെ കളിക്കുകയാണ്. ഗ്ലിൻഡ നൽകിയ തൊപ്പി ധരിച്ചാണ് എൽഫാബയും വന്നത്. അവളുടെ വിചിത്രമായ രൂപം കണ്ട് എല്ലാവരും അവളെ കളിയാക്കുവാൻ തുടങ്ങി. എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. അവൾ ഈ തൊപ്പി അഴിച്ചുമാറ്റി നിലത്തുവെച്ചു. അവിടെ അവൾ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യാൻ തുടങ്ങി. കാരണം അവളുടെ ഒപ്പം ആരും വന്നിട്ടില്ല. അവളുടെ വിചിത്രമായ നൃത്തം കണ്ട് എല്ലാവരും അവളുടെ ചുറ്റും നിന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഗ്ലിൻഡയ്ക്ക് വിഷമം തോന്നി. കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് താൻ കാരണമാണല്ലോ. ഗ്ലിൻഡ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എൽഫാബയോടൊപ്പം നൃത്തത്തിൽ പങ്കെടുക്കുകയും അവളെ പോലെ തന്നെ നൃത്തം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മറ്റുള്ളവർക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവരും എൽഫാബയോടൊപ്പം അവളെ പോലെ നൃത്തം ചെയ്തു. എൽഫാബയ്ക്ക് ഇത് വലിയ ഒരു ദിവസമായിരുന്നു. ഗ്ലിൻഡയോടുള്ള അവളുടെ ഹൃദയത്തിലെ എല്ലാ ദേഷ്യവും ഇപ്പോൾ ഇല്ലാതെയായി. ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു. പാർട്ടി വിട്ട ശേഷം ഇരുവരും ആദ്യമായി അവരുടെ മുറിയിൽ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുകയായിരുന്നു. രാജകുമാരനും ഞാനും ഉടൻ തന്നെ വിവാഹിതരാൻ പോകുന്നുവെന്ന് ഗ്ലിൻഡ എൽഫാബയോട് പറഞ്ഞു. അതൊരു രഹസ്യമാണ്. ഇപ്പോൾ നിനക്ക് മാത്രമേ അറിയുള്ളൂ. രഹസ്യം പറഞ്ഞ ശേഷം ഗ്ലിൻഡ എൽഫാബയോട് അവളെപ്പറ്റി ഉള്ള രഹസ്യം ചോദിച്ചു. എൽഫാബയുടെ രഹസ്യം അവളുടെ കയ്യിലുള്ള പച്ചക്കുപ്പിയാണെന്ന് ഗ്ലിൻഡ കരുതി. അവൾ എപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കുന്നത് ഗ്ലിൻഡ കാണാറുണ്ടായിരുന്നു. എൽഫാബ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ ഗ്ലിൻഡ ആ കുപ്പി കൈക്കലാക്കി. എന്നാൽ എൽഫാബ പെട്ടെന്ന് കുപ്പിയെടുത്ത് തലയിണയ്ക്കടിയിൽ വെച്ചു. കാരണം ഈ കുപ്പി അവളുടെ അമ്മയുടേതായിരുന്നു. ഇങ്ങനെ ചെയ്തത് കാരണം ഗ്ലിൻഡ ദേഷ്യപ്പെട്ട് അവളുടെ കിടക്കയിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഗ്ലിൻഡയും എൽഫാബയും തമ്മിൽ സംസാരിക്കുന്നതാണ്. എൻ്റെ അച്ഛന്, അതായത് ഗവർണർക്ക്, എന്നെ ഒട്ടും ഇഷ്ടമല്ല. കാരണം ഞാനൊരു പച്ച കുഞ്ഞായി ജനിച്ചു. രണ്ടാമതൊരു കുട്ടിയായപ്പോൾ അച്ഛൻ അമ്മയെക്കൊണ്ട് ധാരാളം പാൽ കുടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റോസ് ഒരു സാധാരണ പെൺകുഞ്ഞായി ജനിച്ചത്. പക്ഷേ അവൾ നേരത്തെ ജനിച്ചതിനാൽ അവളുടെ കാലുകൾക്ക് വൈകല്യമുണ്ട്.
കൂടാതെ എൽഫാബയുടെ അമ്മയും മരിച്ചു. ഇതിനെല്ലാം ഉത്തരവാദി താനാണെന്ന് എൽഫാബ വിശ്വസിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് അവൾ വളരെ അസ്വസ്ഥയായി. അവൾ വല്ലാതെ വിഷമിക്കുന്നത് കണ്ട് ഗ്ലിൻഡ അവളോട് ഇതൊന്നും അവളുടെ തെറ്റല്ലെന്ന് അവളോട് പറഞ്ഞു. എൽഫാബയുടെ മാനസികാവസ്ഥ മാറ്റാൻ അവൾ എൽഫാബയെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. അവളുടെ സ്റ്റൈൽ ആകെ മാറി. അങ്ങനെയാണ് അവൾ അടുത്ത ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയത്. അവളുടെ പുതിയ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമായി. എന്തിനധികം രാജകുമാരൻ പോലും അവളോട് സംസാരിക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് എൽഫാബ അവളുടെ ആനിമൽ പ്രൊഫസറിനെ കാണുവാനായി പോവുകയായിരുന്നു. എന്നാൽ ഈ ഒരു മൃഗങ്ങളെല്ലാം തങ്ങൾ ഇവിടെ സുരക്ഷിതരല്ലാത്തതിനാൽ കോളേജ് വിട്ടു പോകുന്നതിന് ഒരുങ്ങുകയായിരുന്നു. ഇതവരുടെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു. എന്നാൽ അവർ പോകുന്നതിനു മുൻപ് ഒരു അധ്യാപകൻ ഗാർഡുകളുമായി അവിടെ എത്തി അവരെ നിർബന്ധിച്ച് പുറത്തേക്ക് അയക്കുന്നു. ഇത് കണ്ട് എൽഫാബയ്ക്ക് വളരെയധികം വിഷമം തോന്നുന്നു. അവരെ സഹായിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പ്രൊഫസറിന് പകരം പുതിയൊരു പ്രൊഫസർ വന്നിട്ടുണ്ട്. അയാൾ ഒരു ചെറിയ സിംഹക്കുട്ടിയെ തന്റെ കയ്യിലുള്ള കൂട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഇനി മൃഗങ്ങൾ നമ്മളോടൊപ്പമല്ല, നമ്മളുടെ തടവിലാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ അയാൾ കുട്ടികളോട് പറഞ്ഞു. ഇതൊന്നും എൽഫാബയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ കോപം കാരണം അവിടെയുള്ള എല്ലാ വസ്തുക്കളും പൂക്കളും ഒക്കെ പറന്നുയരുവാൻ തുടങ്ങി. അവളുടെ കോപത്തിന്റെ ഫലമായി രാജകുമാരൻ ഒഴികെ എല്ലാവരും ബോധരഹിതരായി. എല്ലാ കുട്ടികളും ബോധരഹിതരായ ഉടൻ തന്നെ സിംഹക്കുട്ടിയെ കാട്ടിൽ കൊണ്ടുവിടാൻ എൽഫാബ തീരുമാനിച്ചു. രാജകുമാരനും അവളെ സഹായിക്കുന്നുണ്ട്. സിംഹക്കുട്ടിയുമായി അവർ സൈക്കിളിൽ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്താണ് പ്രിൻസിപ്പൽ ക്ലാസ്സിലേക്ക് വരുന്നത്. എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകനെയും ബോധരഹിതരായി കാണുന്നു. ഇത് കണ്ടപ്പോൾ എൽഫാബയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നവർക്ക് മനസ്സിലായി. അവളുടെ ശക്തികൾ വളരെയധികം വർദ്ധിച്ചു. ഇത് പ്രിൻസിപ്പലിനെ വളരെ സന്തോഷവതിയാക്കി. അവരിപ്പോൾ മഹാനായ ഒരു മാന്ത്രികന് എൽഫാബയെ പറ്റിയിട്ട് ഒരു കത്തയക്കുകയാണ്. ഇവിടെ കാട്ടിൽ രാജകുമാരനും എൽഫാബയും എന്തോ കാര്യത്തിന് തർക്കിക്കാൻ തുടങ്ങി. രാജകുമാരൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ എൽഫാബ രാജകുമാരന്റെ കൈ പിടിച്ചു. ഇപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. അവൾക്ക് രാജകുമാരനെ ഇഷ്ടമാണ്. പക്ഷെ രാജകുമാരൻ ഒരിക്കലും തന്നെ വിവാഹം കഴിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതിനാൽ തന്നെ അവൾ ആ കാര്യം മുന്നോട്ട് എടുത്തില്ല. ഇപ്പോൾ അവർ തിരിച്ചു വന്നു. പിറ്റേന്ന് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ സർപ്രൈസ് എൽഫാബയെ കാത്തിരിപ്പുണ്ടായിരുന്നു. പ്രശസ്തനായ ആ ഒരു മാന്ത്രികൻ എൽഫാബയെ കാണുന്നതിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം പ്രിൻസിപ്പൽ അവളെ അറിയിച്ചു. അവൾക്ക് വലിയ സന്തോഷമായി. അവളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പച്ച നിറത്തിലുള്ള ഒരു ട്രെയിനും വന്നു. അവൾ പോകാനൊരുങ്ങുമ്പോൾ എല്ലാവരും അവളെ കാണുവാൻ അവിടെ ചെന്നു. മാത്രവുമല്ല അവിടെ വന്ന രാജകുമാരൻ അവൾക്കായിട്ട് ഒരു പൂവും നൽകി. ഗ്ലിൻഡയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവളുടെ മറ്റൊരു രഹസ്യം കൂടി അവളോട് പങ്കുവെച്ചു. ഇപ്പോൾ അവളും രാജകുമാരനും തമ്മിലുള്ള സൗഹൃദം പഴയതുപോലെയല്ല. രാജകുമാരന് അവളോട് അല്പം അനിഷ്ടം തോന്നുന്നു എന്നും ഗ്ലിൻഡ എൽഫാബയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൽഫാബയ്ക്ക് സങ്കടമായി. പക്ഷെ അപ്പോഴേക്കും അവൾ ട്രെയിനിൽ കയറിയിരുന്നു. പോകുമ്പോൾ ഗ്ലിൻഡ എൽഫാബയ്ക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതിൽ ഗ്ലിൻഡ തന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതിയിരുന്നു. എൽഫാബ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് വേഗത്തിൽ ട്രെയിനിലേക്ക് വലിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ്. കുറച്ചു കഴിഞ്ഞ് അവർ എമറാൾഡ് സിറ്റിയിലെത്തി. ഇത് നമ്മൾ ആദ്യം സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുള്ള സിറ്റിയാണ്. അവിടെയുള്ളവർ ഇവരെ രണ്ടുപേരെയും നന്നായി സ്വാഗതം ചെയ്യുന്നു. അവർക്കായി ഇവർ നൃത്തം ചെയ്യുന്നുണ്ട്. ഒടുവിൽ അവരെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അതൊരു മാന്ത്രിക നഗരമായിരുന്നു. അവിടെ ഒരു മാജിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവിടെ നമ്മുടെ പ്രശസ്തനായ മാന്ത്രികൻ പ്രത്യക്ഷപ്പെട്ടു. ഈ മാന്ത്രികൻ എൽഫാബയെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അയാൾ എൽഫാബയ്ക്ക് ആ ഒരു നഗരത്തിന്റെ ഭാവി കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത നഗരം വളരെ മനോഹരമായി കാണപ്പെട്ടു. എൽഫാബ മാന്ത്രികനോട് തെരുവുകളിൽ മഞ്ഞ പെയിന്റ് അടിച്ചാൽ നല്ലതായിരിക്കുമെന്ന് പറയുന്നു. മാന്ത്രികൻ അപ്രകാരം ചെയ്തു കാണിക്കുന്നു. എൽഫാബയുടെ ചെറിയൊരു പാവയും അദ്ദേഹം അവളെ കാണിക്കുന്നുണ്ട്. കുറച്ചുനാൾ കഴിയുമ്പോൾ എൽഫാബ ഈ നഗരം ഭരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതുകേട്ട എൽഫാബ പറയുന്നത് തനിക്ക് എവിടെയും ഭരിക്കുക എന്നുള്ളതല്ല സ്വപ്നം. മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതാണ് എന്റെ ആഗ്രഹം. ഇതിനായി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അവരുടെ സംഭാഷണത്തിനിടയിൽ പ്രിൻസിപ്പൽ അവിടെ എത്തി. എൽഫാബ വളരെ സന്തോഷവതിയായി. അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു. എൽഫാബ മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രിൻസിപ്പളും മാന്ത്രികനോട് പറയുന്നു. ഇതാ ഒരു കുരങ്ങൻ മാന്ത്രികന്റെ നിർദ്ദേശപ്രകാരം ഒരു മാന്ത്രിക പുസ്തകത്തിൽ നിന്നും തുണിയെടുക്കുന്നു. അപ്പോൾ മാന്ത്രികൻ എൽഫാബയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈയൊരു മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്കവന് ചിറകുകൾ നൽകാൻ കഴിയും. അങ്ങനെ എൽഫാബ മന്ത്രം ചൊല്ലുന്നു. അതിശയകരമെന്ന് പറയട്ടെ, മന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുരങ്ങന് ചിറകു വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ അവൾ സന്തോഷിക്കുന്നു.
പക്ഷേ അവളുടെ മന്ത്രവാദത്തിനു ശേഷം കുരങ്ങിന് വേദനയുണ്ടെന്നും അതിന്റെ വയറ്റിൽ തൂവലുകൾ വളരുന്നുണ്ടെന്നും കണ്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. അവൾക്ക് താൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നി. അവൾ ഈ മന്ത്രം വിപരീതമായി വായിച്ചു. പക്ഷേ അപ്പോഴും ചിറകുകൾ പോയില്ല. കോപത്തിൽ അവൾ മാന്ത്രികനോട് വീണ്ടും എല്ലാം പഴയപടി ആക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മാന്ത്രികൻ അവളോട് പറഞ്ഞു, അവന്റെ മാന്ത്രിക ശക്തികൾ അത്ര വലുതല്ല. ഈ പുസ്തകത്തിലെ മന്ത്രങ്ങൾ അവന് വായിക്കാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. എൽഫാബയുടെ ശക്തി വലുതാണ്, അതുകൊണ്ടാണ് ഇത് ഫലിച്ചത്. അവൾ പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ കുരങ്ങുകളുടെ മുഴുവൻ സൈന്യവും വേദന കൊണ്ട് പുളയുന്നതും അവയുടെ മുതുകിലെല്ലാം ചിറകുകൾ വളരുന്നതും എൽഫാബ കണ്ടു. ഇത് കണ്ടപ്പോൾ മാന്ത്രികനും പ്രിൻസിപ്പലും തന്നെ ഒരുമിച്ച് കുടുക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. വാസ്തവത്തിൽ രണ്ടുപേർക്കും മൃഗങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. അവയെ അടിമകളാക്കുവാൻ അവർ ആഗ്രഹിച്ചു. അതിനായി അവർ നിരപരാധിയായ എൽഫാബയെ ഉപയോഗിച്ചു. ഇതറിഞ്ഞ എൽഫാബ ദേഷ്യപ്പെടുന്നു. മാന്ത്രിക പുസ്തകം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുവാൻ തീരുമാനിക്കുന്നു. അവൾ ഓടിപ്പോകുന്നത് കണ്ട് പ്രിൻസിപ്പൽ ഗ്ലിൻഡയോട് പറയുന്നു, നിന്നെ ഞങ്ങൾ മാന്ത്രിക വിദ്യ പഠിപ്പിക്കാം, പകരം എൽഫാബയെ ഇവിടെ കൊണ്ടുവരണമെന്ന് അവളോട് പറയുന്നു. ഗ്ലിൻഡയും അത് സമ്മതിച്ചു. അവളും എൽഫാബയുടെ പിന്നാലെ ഓടി. ഇപ്പോൾ ചിറകുകളുള്ള കുരങ്ങുകളുടെ സൈന്യത്തിനോടും പറന്ന് എൽഫാബയെ കണ്ടെത്തുവാൻ പ്രിൻസിപ്പൽ കൽപ്പിക്കുന്നു. മാന്ത്രികനും മുറിയിലേക്ക് പോയി എൽഫാബയെ കണ്ടെത്താൻ തന്റെ പ്രത്യേക കാവൽക്കാരെ നിയോഗിക്കുന്നു. ഒരു മന്ത്രവാദിനിയാകുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുവാൻ ഗ്ലിൻഡയും ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോൾ അവൾ എൽഫാബ അടുത്തെത്തിയിരിക്കുന്നു. എൽഫാബ പോകുന്നത് തടയാൻ അവൾ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്നും എൽഫാബ ഓടിപ്പോയി. ഈ സമയത്ത് അവൾ ഒരു മുറിയിലെത്തി. അവിടെ ഒരു ചൂടുള്ള വായു ബലൂൺ ഉണ്ടായിരുന്നു. അതിൽ കയറി പുറത്തേക്ക് പോകുവാനായിരുന്നു അവളുടെ പ്ലാൻ. എന്നാൽ ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും എൽഫാബ പോകുന്നത് തടയുന്നതിനാണ് ശ്രമിക്കുന്നത്. എല്ലാവരിൽ നിന്നും രക്ഷപ്പെട്ട് എൽഫാബ എയർ ബലൂണിനുള്ളിൽ ഇരുന്നു. അവിടെ നിന്ന് പോകുവാൻ തുടങ്ങി. അവൾ പോകുന്നതിനു മുൻപ് കൊട്ടാരത്തിന്റെ മേൽക്കൂര മുകളിൽ നിന്ന് അടച്ചിരുന്നു. അതുമൂലം അവൾക്ക് പുറത്തേക്ക് പോകുവാൻ പറ്റിയില്ല. ആ ഹോട്ട് എയർ ബലൂൺ പൊട്ടി തീപടർന്നു. എൽഫാബയും ഗ്ലിൻഡയും താഴെ വീണ് ഒരു മുറിക്കുള്ളിൽ കുടുങ്ങി. അവിടെ വെച്ച് ഗ്ലിൻഡ എൽഫാബയോട് ഇതൊരു നല്ല അവസരമാണെന്നും നിങ്ങൾക്ക് എല്ലാം ലഭിക്കുമെന്നും അവരുടെ ഓഫർ സ്വീകരിച്ചുകൂടെയെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൽഫാബ ദേഷ്യത്തോടുകൂടി അവളോട് പറയുന്നു, എന്റെ സ്വപ്നം ഭരിക്കലല്ല, മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. മറുവശത്ത് പ്രിൻസിപ്പൽ ഈ വാർത്ത മുഴുവൻ സർവകലാശാലയിലും നഗരത്തിലും പ്രചരിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എൽഫാബ ഒരു കള്ളിയാണെന്നും അവൾ മാന്ത്രിക പുസ്തകവുമായി ഓടിപ്പോയെന്നും. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അവളോട് ദേഷ്യം തോന്നി. എല്ലാവരും അവളെ വെറുക്കുവാൻ തുടങ്ങി. എൽഫാബയും ഗ്ലിൻഡയും ഈ ഒരു പ്രഖ്യാപനം കേട്ടു. ഇത് കേട്ടപ്പോൾ എൽഫാബ വളരെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഗ്ലിൻഡ അവളോട് പറയുന്നുണ്ട്, ഈ ദേഷ്യമൊക്കെ മാറ്റി നീ പ്രിൻസിപ്പളിനോട് ക്ഷമ ചോദിക്കും. അപ്പോൾ പിന്നെ എല്ലാം മുമ്പത്തെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ എൽഫാബ അങ്ങനെയൊന്നും ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. ഇപ്പോൾ അവൾ മാന്ത്രിക പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കുവാൻ തുടങ്ങി. ഗ്ലിൻഡ അവളെ തടഞ്ഞു. ആ മന്ത്രം കാരണം അവൾക്കൊരു മാന്ത്രിക ചൂൽ ലഭിച്ചു. ഇതുപയോഗിച്ച് അവൾ അവിടെ നിന്നും പറന്നുപോയി. മാന്ത്രികനു പോലും അവളെ പിടിക്കുവാൻ കഴിഞ്ഞില്ല. പ്രിൻസിപ്പൽ ഗ്ലിൻഡയെ കൂടെ കൊണ്ടുപോയി അവളെ മാജിക്ക് പഠിപ്പിക്കാമെന്ന് വീണ്ടും വാഗ്ദാനം ചെയ്തു. ഒരുമിച്ച് എൽഫാബയെ കണ്ടെത്താമെന്ന് പറയുകയും ചെയ്തു. ഗ്ലിൻഡ പ്രിൻസിപ്പളുമായി ചേരുമെന്ന് എൽഫാബ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഗ്ലിൻഡ പ്രിൻസിപ്പളുമായി ചേർന്നതറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം തകർന്നു. ഈ നഗരം അവളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് അവൾ ഈ നഗരത്തെ ഇരുട്ടിൽ ജീവിക്കാൻ ശപിച്ചത്. അവൾ അവിടെ നിന്നും ദൂരെ മലകളിലേക്ക് പറന്നുപോയി. ആരും തന്നെ തിന്മയോടെ ജനിക്കുന്നില്ല, മറിച്ച് ആളുകളുടെ മനോഭാവമാണ് ഒരു വ്യക്തിയെ നല്ലവനോ ചീത്തയോ ആക്കുന്നത് എന്ന പാഠത്തോടെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഒടുവിൽ എൽഫാബയുടെ മരണത്തിൽ ഗ്രാമവാസികൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം എൽഫാബയുടെ മരണത്തോടെ അവരുടെ പട്ടണത്തിന് ശാപം അവസാനിച്ചു. അവിടെ ഇപ്പോൾ വെളിച്ചമുണ്ട്. ഇതോടെ കഥയും അവസാനിക്കുകയാണ്.